ഇന്നത്തെ അറിയിപ്പുകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള 300 രൂപ സബ്സിഡി തുടരാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. PMUY ഉപഭോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ 12,000 കോടി രൂപ മാറ്റിവെക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം 2025-26 വർഷത്തേക്ക് PMUY ഗുണഭോക്താക്കൾക്ക് 14.2 കിലോഗ്രാം സിലിണ്ടറിന് 300 രൂപ സബ്സിഡി നൽകും. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക. മൊത്തത്തിൽ PMUY ഉപഭോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ 12,000 കോടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നിക്ഷേപരഹിത LPG കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2016 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ചത്. 2025 ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തുടനീളം ഏകദേശം 10.33 കോടി PMUY കണക്ഷനുകളുണ്ട്. PMUYയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ ലഭിക്കും. സിലിണ്ടറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്രഷർ റെഗുലേറ്റർ, സുരക്ഷാ ഹോസ്, ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ്, ഇൻസ്റ്റലേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കലാ, സാഹിത്യം, കായികം, കൃഷി, വ്യവസായം, മാധ്യമം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. യൂത്ത് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 20,000 രൂപയുടെ ക്യാഷ് അവാർഡും ബഹുമതി ശില്പവും നൽകുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30 മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മികച്ച ക്ഷീര കർഷകർക്ക് പുരസ്കാരങ്ങൾ നൽകും. സംസ്ഥാനതലത്തിൽ മികച്ച ക്ഷീര കർഷകൻ, മികച്ച വാണിജ്യ ക്ഷീര കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകർക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും നൽകും. മികച്ച പൗൾട്രി കർഷകൻ, മികച്ച കർഷക സംരംഭക, മികച്ച യുവ കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകർക്ക് 50,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും. ജില്ലാതലത്തിൽ മികച്ച ക്ഷീര കർഷകന് 20,000 രൂപയുടെ ക്യാഷ് അവാർഡും മികച്ച സമ്മിശ്ര കർഷകന് 10,000 രൂപയുടെ ക്യാഷ് അവാർഡും നൽകും. അപേക്ഷാ ഫോമുകൾ എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ, അസിസ്റ്റന്റ് ലൈൻമാൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷ ചില സാങ്കേതിക കാരണങ്ങളാൽ അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. നാളെ ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 3:15 വരെ നടത്തുന്ന പൊതുപരീക്ഷയിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് മാത്രം അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കേണ്ടതില്ല. ഹെൽപ്പർ തസ്തികയിലേക്കുള്ള പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പിൻ്റെ 2025-26 വർഷത്തെ പഠനമുറി നിർമ്മാണ ധനസഹായ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സ്പെഷ്യൽ സാങ്കേതിക കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന 1 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30.